പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ബാലാം പ്രവാചകനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ബാലാം പ്രവാചകൻ ഒരു വിജാതീയ പ്രവാചകനായിരുന്നു. ബാലാക്ക് എന്നുള്ളൊരു രാജാവ് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ പ്രവചിക്കാനായിട്ട് ബാലാമിനെ നിയോഗിക്കുകയാണ്, അവർക്കെതിരെ ശപിക്കുവാനായിട്ട്. അങ്ങനെ ബാലാം തൻ്റെ കഴുതയ്ക്ക് ജീനിയിട്ടുകൊണ്ട് ആ ജനത്തിനെ ശപിക്കുവാനായിട്ട് യാത്ര ആരംഭിക്കുകയാണ്. കഴുത പുറത്ത് കയറി യാത്ര തുടർന്നപ്പോൾ അതാ ഊരിയ വാളുമായിട്ട് ദൂതൻ വയലിൽ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. കഴുത വേഗം തന്നെ മറ്റൊരു വഴിയിലേക്ക് ചാടി. ബാലാം പ്രവാചകൻ ദേഷ്യപ്പെട്ടുകൊണ്ട് കഴുതയെ അടിക്കുകയാണ്. കഴുതയ്ക്ക് വേദനയെടുത്തു. കഴുത വേറൊരു സ്ഥലത്തേക്ക് ചാടി. അതാ അവിടെ ഊരിയ വാളുമായിട്ട് ദൈവദൂതൻ മതിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ബാലാമിൻ്റെ കാല് മതിൽമേൽ ഉരഞ്ഞു, വേദനയുണ്ടായി. വീണ്ടും കഴുതയെ അടിക്കുകയാണ്. കഴുത വീണ്ടും മുന്നോട്ട് നീങ്ങി. അപ്പോൾ കഴുതയുടെ മുന്നിൽ തന്നെ ഊരിയ വാളുമായിട്ട് ദൈവദൂതൻ നിൽക്കുകയാണ്. കഴുതയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കഴുത ഉടനടി മുട്ടുകുത്തുകയാണ്. വീണ് ദൈവദൂതൻ്റെ മുന്നിൽ വീഴുകയാണ്. ബാലാം കോപത്തോടുകൂടി കഴുതയെ 3-ാം പ്രാവശ്യം അടിക്കുകയാണ്. അപ്പോൾ ദൈവം കഴുതയ്ക്ക് സംസാരശക്തി നൽകി. കഴുത സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിന് എന്നെ അടിക്കുന്നു? ബാലാം പറഞ്ഞു, നീ എന്നെ അനുസരിക്കുന്നില്ല. കഴുത ചോദിക്കുകയാണ്, ഇത്രയും നാളും ഞാൻ നിന്നെ അനുസരിച്ചില്ലേ? എന്തെങ്കിലും കുറവ് നിനക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അപ്പോൾ ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ബാലാം നോക്കിയപ്പോൾ ഊരിയ വാളുമായിട്ട് ദൈവദൂതൻ മുന്നിൽ നിൽക്കുക. ബാലാം കമിഴ്ന്നു വീണു. ദൈവദൂതൻ പറയുകയാണ്, നിൻ്റെ യാത്ര വിവേകശൂന്യമായതിനാൽ നിന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മളുടെയും യാത്രകൾ വിവേകശൂന്യമാണ്. ദൈവത്തോട് ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്തോട് ആലോചിക്കാതെ എടുക്കുന്ന ജോലികൾ, പടുത്തുയർത്തുന്ന സ്ഥാപനങ്ങൾ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ നാശത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ വളർച്ച ഉണ്ടാവുകയില്ല, പുരോഗതി ഉണ്ടാവുകയില്ല. ദൈവത്തോട് ആലോചന ചോദിച്ചെടുക്കുമ്പോൾ അവിടെ കൃപകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുക, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചെയ്ത് ദൈവദൂത് മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മുടെ കാവൽ ദൂതൻ നമ്മളെ ദൈവദൂത് അറിയിക്കും. അവിടുന്ന് എപ്പോഴും കാവൽ മാലാഖമാർ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. അവർക്ക് നമ്മളെ ഒത്തിരി സഹായിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.